ചിക്കനാണ് കഴിക്കുന്നേ കൊഫ്ത ബിരിയാണി. തെന്നാണ്ട സൂക്ഷിക്കണേ അമ്മായി. ഓ ശരി മക്കളെ. എനിക്ക് ആ മഴ പെയ്തതിന് ശേഷം തെന്നൽ ഭയങ്കര പേടില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ അത്രയും പുല്ല് കയറി കിടക്കുന്നു. വല്ല പാമ്പും കയറി കിടക്കണമെന്ന് എന്നെ സംശയം. അന്നാ പച്ചില പാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോ പോലെ എനിക്ക് പേടിയാ. അതൊന്നും ചെയ്യില്ല മോളെ, പച്ചില പാമ്പിന് വിഷമില്ലെന്ന്. എന്നാൽ അതൊന്നും ചെയ്തില്ലെങ്കിലും പാമ്പ് പാമ്പ് തന്നെയല്ലേ. പച്ച ചേമ്പില്ലേ, ചേമ്പിന്റെ തട, അതിന്റെ ആ തട പോലെ ഒരു വിരല് കനവേ ഉള്ളൂ അതിന്. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇവിടെ വന്നിട്ടല്ല അമ്മായിയുടെ ആഗ്രഹം സാധിച്ച ഒരു പച്ചിലപ്പാമ്പിനെ കണ്ടത്. ജീവിതത്തിൽ അതെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഒരു പച്ചില പാമ്പിനെ കാണാൻ. പക്ഷെ ഞാൻ കണ്ടില്ല, നിങ്ങൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ഞാൻ എന്റെ പരിപാടി തുടങ്ങട്ടെ. മക്കളെ ഞാനും എന്റെ പരിപാടി തുടങ്ങാം. ഉള്ളി എല്ലാം വേണേ, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള. അപ്പൊ അമ്മായി വയ്ക്കോ, ഞാൻ പോട്ടോ. വേറെ പാത്രം എന്തെങ്കിലും എടുക്കണോ? വേണ്ട, കുറച്ച് വെള്ളം എനിക്ക് വേണ്ടി വരും, ഞാൻ എടുത്തോളാം. ശരി മോളെ.
മോളെ സരിതാ, ആ വാ മോളെ. ഞാൻ എപ്പോഴേ വന്ന് ഈ പടിയിലിരിക്കുന്നു. പടിയിലായിരുന്നാ? വാ. ദാ മാളുവിൻ്റെ കാജു ഫ്ലവർ. എന്താണോ അതിൻ്റെ പ്രത്യേകത? മക്കളോ മാളുവിന് വെച്ചേക്കണേ. ഞാൻ അവർക്ക് തന്നെ വെക്കുള്ളൂ, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ടുപേരെ ജീവൻ എനിക്കിഷ്ടപ്പെട്ടില്ല. ഈ സാധനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച പോലെ ഇല്ല അമ്മായി. ഇത്രയും വില വന്നപ്പോഴേ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും രുചിയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. എനിക്കൊരു പ്രത്യേകിച്ച് ഒരു രുചിയൊന്നും തോന്നല്ല. നീ ഈ മഞ്ഞ ഓറഞ്ച് ഭാഗം മാത്രം ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? എനിക്കിഷ്ടപ്പെട്ടില്ല. അവൾ തന്നെ ഇരുന്ന് കഴിക്കട്ടെ. ഇങ്ങനത്തെ വാങ്ങണ്ടെന്ന് പറയണേ. അവൾ പറയുന്നതറിയോ, സ്വീറ്റ്സ് മേടിക്കുമ്പോഴല്ലേ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവുള്ളൂ. ഫ്രൂട്ട്സിൽ എന്ത് വെറൈറ്റി ഉള്ളേ? ഒരു പപ്പങ്ങ, ഒരു പൈനാപ്പിൾ, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, ഇതൊക്കെ തന്നെയല്ലേ ചേച്ചി എപ്പോഴും മേടിക്കണേ. എന്ത് സാധനമാണ് നോക്ക്. ഇതാകുമ്പോൾ അവൾക്ക് പല രുചികളും കഴിക്കാം. അവൾ തന്നെ ഇരുന്ന് കഴിക്കട്ടെ. നമ്മൾ വയസ്സായി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയില്ലെങ്കിൽ. അമ്മായി എന്ത് ചെയ്യണം? അമ്മായി ഇത് കഴിഞ്ഞിട്ട് ചെയ്തു തന്നു അമ്മായി. അതെല്ലാം വറുത്ത് കോരിയിട്ട് എന്നെ ഏൽപ്പിക്കണല്ലോ. ഇവിടെ വെച്ചാൽ കാക്കൊണ്ടുപോകും മക്കളെ. പരുന്ത് വരും. അതെ അതെ അതെ. മതിയാ? മതി മതി. ഉള്ളു മുരിഞ്ഞിട്ടുണ്ടല്ലോ. മുരിഞ്ഞു മുരിഞ്ഞു. അല്ല മതി. സ്വല്പം ഉപ്പിടാവോ അമ്മായി? ഈ സവാളയ്ക്ക് വേണ്ടി മാത്രം. അമ്മായി വന്നു. നമുക്ക് എല്ലൊക്കെ ഇതിലോട്ട് ഇടാം. ഇത്ര കുഞ്ഞാക്കി ഇടാവോ അത്രയും കുഞ്ഞാക്കി ഇട്ടോട്ടോ. ഇറച്ചി കുമ്പിള് പിച്ച് പോലെ ഇരിക്കുന്നു. എല്ലാം ഒട്ടും വേണ്ട കേട്ടോ അമ്മേ. ഉപ്പുണ്ടോ നോക്കണം. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് വേണം. എന്തെടുക്കാനുണ്ടോ വല്ലതും? ഒന്നും എടുക്കാനില്ലല്ലോ. ഇല്ലില്ല. ചിക്കൻ മസാല. ചിക്കൻ മസാല ഉപ്പിട്ട് ഞാൻ കുറച്ച്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത്രയും വേണോ? ഈ അമ്മ എന്നെ പേടിപ്പിച്ചല്ലോ. മുഴുവൻ ഇട്ടില്ലേ? അല്ല പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്താൽ പോരെ. ഇനി ഒന്നും ഇടാനില്ലല്ലോ. ഗരം മസാല. ഞാൻ ഒന്നും പറയില്ല. കുരുമുളക് പൊടി മതി. ഇച്ചിരി മൈദ. ഇച്ചിരി കടലമാവ്. ഇനി ആ ഇറച്ചി വേവിച്ച വെള്ളം കൂടി ഇട്ടന്നെ. ഓ ചൂടാണല്ലേ. ആ
രക്ഷയില്ലപ്പാ. അമ്മായി അത് കൊണ്ടുവയ്ക്കോ അമ്മായി, അങ്ങോട്ട് കൊണ്ടുവച്ചു. അതിന് പാത്രം വേണ്ടേ അവളെ ഉരുട്ടി വയ്ക്കേ? ഉരുട്ടി എന്ത് ഇന്നാ തന്നെ ഇടാം. ഒരു ലഡുവിൻ്റെ വരുവ. ഇനി കേട്ടോ മാളൂര് നമുക്ക് പറ്റിച്ചാലാ. ഇത് ഉരുളക്കിഴങ്ങാണെന്ന് പറഞ്ഞാലാ. അതെയാ? ഇത് ഉണ്ടംപൊരി പോലില്ലേ? ഭാഗ്യം കിട്ടി. ഉരുളക്കിഴങ്ങെന്ന് പറഞ്ഞ് പറ്റിക്കണോ, ഉണ്ടംപൊരി എന്ന് പറഞ്ഞ് പറ്റിക്കണോ? ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് മതി അല്ലേ? കിട്ടിയോ? അമ്മായി ഒരു 2-3 പച്ചമുളക് എടുത്തരോ? തരാം. ഇതെന്താ ബോണ്ടയാ? ഇത് ഉരുളക്കിഴങ്ങ്. ഇതോ? മുഴുവൻ ഉരുളക്കിഴങ്ങ് നമ്മൾ വറുത്ത്. തള്ളല്ലേ? ഓട്ടോജിലൊക്കെ എങ്ങനെയൊക്കെ വറക്കാൻ പറ്റുമോ? ഒന്ന് നീ പറയാതെ എന്താന്ന്? മറ്റേ വെട്ട് കേക്ക് കണക്ക് എന്താ? അത് തന്നെ കറക്റ്റ്. ഇത്തിരി ഉപ്പിട്ട മാളൂ. ഞാൻ ഇടണോ? ഇത്ര മതിയോ? അയ്യോ പച്ചമുളക് ഇവിടെ. എന്താ ടൊമാറ്റോ സോസാണോ അതാ മുളക് അറിയാ? നിന്നോട് ഒന്നും പറയില്ല മാളു. അതെന്താ? ഉറപ്പുള്ള കാര്യം നിന്നോട് ഒന്നും പറഞ്ഞ് നീ കഴിച്ചിട്ട് ഇത് എന്താന്ന് പറയണം. എടുത്ത മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി എല്ലാം എടുക്കും. മുളക് പൊടി, മഞ്ഞപ്പൊടി. ഇതാണോ ഇതിലേതാ മല്ലിപ്പൊടി? ഇതാണോ? അത് ഗരം മസാല. ഇത് തൈര്. ബോണ്ടൻ തൈര് എങ്ങനെ വെച്ച് മാച്ചാണ്? നല്ല മധുരമുള്ള ബോണ്ടയിൽ നല്ല എരിവുള്ള മുളക് വിട്ട് പുളിയുള്ള തൈരും നല്ല പുളിപ്പുള്ള തക്കാളിയും ഒക്കെ കൂടിയിട്ട് മാളൂന് ഞാനിന്നൊരു വെറൈറ്റി തരലുണ്ട്. നോക്കിക്കോ. ഒരു ബൗളില് ചിക്കൻ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്ക്? ആ ബോണ്ടയിൽ. ഒഴിക്കല്ലേ അവിടെ എവിടെയെങ്കിലും വെച്ചോ. അമ്മായി ആ സവാള നല്ലോണം പൊടിച്ചിട്ട് ഇന്നത്തേക്കിട അമ്മായി. എത്ര പൊടിക്കാൻ പറ്റുമോ അത്രയും പൊടിച്ചോ. ഏറ്റവും അവസാനം കുറച്ച് ബാക്കിയും വെച്ചേരേ. ഇട്ടോ ഇന്നത്തിട്ടോ പൊടിച്ചത് അത്ര ഇട്ടോ. തണുത്തു പോയല്ലേ? മതി. ആ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചാൽ മോളൂ. ചിക്കൻ സ്റ്റോക്ക് കഴിക്കട്ടെ. ഇനി നിന്റെ ബോണ്ട എല്ലാം എടുത്ത് ഞാൻ ഇന്നാത്തിടും. അയ്യോ, അതിന് മുന്നേ കഴിക്കാൻ വേണോ? കഴിച്ചോ. ചിക്കനാണോ? കഴിക്കുന്നേ. ആദ്യം കുറച്ച് കഴിച്ചിട്ട് മനസ്സിലായില്ല. ഞാൻ പോയി ബാക്കി കുറച്ച് സാധനം ഇരിക്കണം എടുത്തോണ്ടിട്ടെ. ഇതങ്ങോട്ട് കഴിച്ചണോ? ബിരിയാണിയാന്ന്? അപ്പോ മകളൊന്നും അറിഞ്ഞില്ലേ? കൊഫ്ത ബിരിയാണി. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണേ?
അയ്യോ ഇന്നാളെ എന്തോ ഉണ്ടാക്കിയല്ലോ. എന്തെന്നാ? എന്താ തീറ്റയോ? തിനന്തി. ആ തിനന്തി. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണേ? അരി ഇട്ടോ അമ്മായി? കേട്ടോ സഹായിക്കണോ? വേണ്ട നമുക്കിനി ഒരു തള വരുമ്പോഴേക്കേ ഇന്നത്തെ എടുത്തിടാം. ഒരു വരുമ്പോഴത്തെ ഇതായി. ഇതാ ഇത്തിരിയില്ലേ? പറയണേ. മതി മതി. കൊണ്ടുവയ്ക്കട്ടെ? കൊണ്ടുവച്ചു. ഇതവിടെ വയ്ക്കും. അയ്യോ കഴിക്കുമ്പം കൂടി ഇത് പറയണം കേട്ടോ. എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് പരീക്ഷിക്കണോണ്ടേ ഒരു ടെൻഷൻ ഇല്ലായില്ല. കുറച്ച് ആവട്ടെ. ഓൾ സെറ്റ്. നമുക്കപ്പോഴേക്കും എല്ലാം സെറ്റൊക്കെ ചെയ്ത് വെക്കാം. അപ്പോഴേക്കും ഇത് കുറച്ചിരുന്ന് ദമ്മ് പോലെ ആവട്ടെ. ഓ എന്തെടുത്താലും ചൂട്. ആ ആഹാ അത് വേണം. പ്രാവശ്യം എടുത്ത് വെച്ചാൽ ചൂട് കുറവ്. ഇത് സൂപ്പർ കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. റൈസിനേക്കാൾ ഇഷ്ടപ്പെട്ട ആ ഉണ്ടമ്പ്. അത് നല്ല രസമുണ്ട്. അടിപൊളി. നല്ല സോഫ്റ്റ്. ഇത്ര അധ്വാനിച്ചതിന് ഫലം ഉണ്ടായി അല്ലേ അമ്മായി? ഇവിടെ നമ്മളെന്തൊക്കെയാണ് പരിപാടി ചെയ്തതെന്ന് നീ വല്ലതും അറിഞ്ഞാ? പക്ഷെ ഇത് പൊളി ഈ സാധനം. ഭോജനം കഴിച്ചപ്പോൾ ഞാൻ വയറിറങ്ങി. അതെ ആ മല്ലിച്ചീര കടിക്കുമ്പോൾ രസമല്ലേ?